ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ നാം പഠിക്കേണ്ട ഒരു ചരിത്രമാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ആരായിരുന്നു പ്രിയമുള്ളവരെ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണേ, അങ്ങനെ വൈകുന്നേര സമയമാകുമ്പോൾ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അതാ കുതിര സവാരിക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നതിന് വേണ്ടി അതാ എന്റെ പ്രിയമുള്ളവരെ നല്ല സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്ന മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ആര് കണ്ടാലും കൊതിക്കുന്ന മുഖമാണ്, ആര് കണ്ടാലും കൊതിക്കുന്ന സൗന്ദര്യമുള്ള ഒരു സഹാബിയായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. വൈകുന്നേര സമയങ്ങളിലുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അതാ കുതിര സവാരിക്ക് പോകുമായിരുന്നു. അങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കാണുന്നതിന് വേണ്ടി, ആ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി, ആ സൗന്ദര്യം ആസ്വദിക്കുന്നതിന് വേണ്ടി മക്കയിലെ നല്ല തരുണികളായ സുന്ദരികളായ പെൺകൊടികളുണ്ടല്ലോ പ്രിയമുള്ളവരെ വഴിയോരത്ത് കാത്തു നിൽക്കുമായിരുന്നു. അത്രമാത്രം സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അങ്ങനെയതാ പരിശുദ്ധമായ ദീനിന്റെ പ്രകാശമുണ്ടല്ലോ, സന്മാർഗത്തിന്റെ ഹിദായത്തിന്റെ പ്രകാശം ആ ഹൃദയത്തിൽ അല്ലാഹു നൽകിയപ്പോ അതാ വിവരമറിയുകയാണ് തന്റെ മകനുണ്ടല്ലോ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന്. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തന്റെ മാതാവ് അവിടുന്ന് വിവരമറിയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ വല്ലാതെ മർദിക്കുകയാ പ്രിയമുള്ളവരെ. അങ്ങനെ മർദിച്ച് അവസാനമുണ്ടല്ലോ അതാ തന്റെ മകനെയല്ലേ മർദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് ദയോടെ പറയുകയാണ്, മിസ്അബേ, ഈ മതത്തിൽ നിന്ന് നീ വ്യതിചലിച്ചു പോയില്ല എങ്കിൽ, പിന്മാറിയില്ല എങ്കിൽ നീയും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് തന്റെ മാതാവ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മർദിച്ചതിന് ശേഷം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഒരിക്കലും ഞാൻ ഈ മതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകൂല. ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ് യഥാർത്ഥ സത്യസന്ധമായ മതമെന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ചുകൊണ്ട് ആ ഉമ്മാക്ക് തന്റെ മാതാവിന് മാർഗദർശനം നൽകുമ്പോൾ പ്രിയമുള്ളവരെ അവസാനമായ മാതാവ് പറഞ്ഞത് എന്താണെന്നറിയുമോ? മനസ്സിലാക്കണേ പ്രിയമുള്ളവരെ, എന്റെ കാലത്തിന് ശേഷമുണ്ടല്ലോ ഈ കാണുന്ന കോടിക്കണക്കിനുള്ള സമ്പത്തുണ്ടല്ലോ, ഈ സമ്പത്ത് ഒരിക്കലും ഞാൻ നിനക്ക് നൽകുകയില്ല എന്ന് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് തന്റെ മാതാവ് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അവിടുന്ന് താൻ ഉടുത്തിരിക്കുന്ന കമീസ് ഉണ്ടല്ലോ അതൂരി തന്റെ മാതാവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് അതാ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് കഴിഞ്ഞുകൂടിയ അതായത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും ത്യജിച്ചു കളഞ്ഞ
മഹാനാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവെങ്കിലേ മറന്നു പോകല്ലേ പ്രിയമുള്ളവരെ. പരിശുദ്ധമായ ദീനിന് വേണ്ടി തന്റെ ആഡംബര ജീവിതമെല്ലാം കളഞ്ഞ് തന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി തന്റെ ആഡംബര ജീവിതമെല്ലാം കളയുകയാ. അങ്ങനെ അതാ ഒരു ഫഖീറായി കൊണ്ടൊരു പാവപ്പെട്ട നിലയിലതാ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് ജീവിക്കുമ്പോ എങ്ങനെയാണ് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു പോയതെന്നറിയുമോ? ഉഹദിന്റെ രണാങ്കണത്തിൽ എന്റെ പ്രിയമുള്ളവരെ, ആ യുദ്ധത്തിൽ അതാ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കള് പരാജയപ്പെടുമെന്ന് ഉറപ്പ് വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ആ സന്ദർഭമുണ്ടല്ലോ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്റെ കായിക ബലം മുഴുവനും എടുത്തുകൊണ്ടുണ്ടല്ലോ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പോരാടുകയാ. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഒരു കൈയിൽ കൊടി പിടിച്ചുകൊണ്ട് മറുകൈയും കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വരുന്ന ശത്രുക്കളുടെ നേരെ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കൊണ്ടല്ലോ അവിടുന്ന് പോരാടുകയാ. മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പോരാടുമ്പോ അതാ ശത്രുക്കൾ ഒരുപാട് കടന്നു വരികയാ. അങ്ങനെ കടന്നു വന്നുകൊണ്ട് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കൈ മുറിച്ച് കളയുകയാ പ്രിയമുള്ളവരെ. എന്നിട്ടും നാളെ ആഖിറത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളുടെ അനുഗ്രഹങ്ങളുടെ അനുഭൂതി ഉണ്ടല്ലോ പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനോടുള്ള അനുരാഗത്തിന്റെ അമയ്യമായ അനുരാഗത്തിന്റെ അനുഭൂതിയിലെ അതാ തന്റെ കായിക ബലം മുഴുവനും എടുത്തുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടുകയാ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ അതാ മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു പോരാടുമ്പോ അതാ എന്റെ പ്രിയമുള്ളവരെ, ആ സൗന്ദര്യത്തിന്റെ മുഖം എന്റെ പ്രിയമുള്ളവരെ തീരുകയാ. അതാ ഉഹദിന്റെ രണാങ്കണത്തില് മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു വിജയം നൽകിക്കൊണ്ട് ഇതാ എന്റെ പ്രിയമുള്ളവരെ ആ മണ്ണിലേക്ക് ഷഹീദാവുകയാ. ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിലെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബത്തും കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ, സ്നേഹത്തിന്റെ അനുരാഗത്തിന്റെ കാവ്യം തീർത്ത എന്റെ പ്രിയമുള്ളവരെ, എല്ലാവിധ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ദീനിന് വേണ്ടി ത്യജിച്ചു കളഞ്ഞ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് അവിടെ കാണുകയാ. അല്ലാഹുവേ, ആർക്കും കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല പ്രിയമുള്ളവരെ. ആ രീതിയിൽ വികൃതമായി കിടക്കുകയാ, ശത്രുക്കള് പക തീർക്കുകയാ. അങ്ങനെയതാ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയേറ്റു പോവുകയാ. അങ്ങനെ കൈ വെട്ടി മുറിച്ചു മാറ്റുകയാ പ്രിയമുള്ളവരെ. അങ്ങനെ കൈ കിടക്കുന്നത് കാണുകയാണ്, തന്റെ ശരീരഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളിലായി കിടക്കുന്നത് കാണുകയാ. അങ്ങനെ അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ അതാ എന്റെ പ്രിയമുള്ളവരെ, സഹാബാക്കളതാ മയ്യത്തെടുത്തുകൊണ്ട് അത് കഫൻ ചെയ്യുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അവസാനമായിട്ടുള്ള ആ കഫൻ തുണി ഉണ്ടല്ലോ, എങ്ങനത്തെ തുണിയായിരുന്നുവെന്നറിയുമോ? തലമറയ്ക്കുമ്പോ കാല് വെളിവാകും, കാല് മറയ്ക്കുമ്പോൾ തല വെളിവാകുന്ന രീതിയിലുള്ള ഒരു ജനാസ തുണിയാണ് പ്രിയമുള്ളവരെ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചത്. അങ്ങനെ അതാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, എത്രയോ സൗന്ദര്യത്തിന്റെ ഉടമയാണ് മിസ്അബേ നീ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ എത്രയോ മനോഹരമായിരുന്നു. ഇന്നിതെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നീ ത്യജിച്ച് കളഞ്ഞല്ലോ മിസ്അബേ. നീ സ്വർഗത്തിലാണ് മിസ്അബേ റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അതാ മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ തലമറയ്ക്കുക, കാല് വെളിവാകുമ്പോൾ പുല്ലുകൾ കൊണ്ട് പുല്ല് വെച്ചുകൊണ്ട് മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കാല് നിങ്ങൾ മറയ്ക്കണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുമ്പോൾ
എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിത ചരിത്രം ഒരു മുഅ്മിനായ മനുഷ്യന്, അതായത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ ഒരു യുവ പുരുഷൻ, എന്റെ പ്രിയമുള്ളവരെ, ഒരു മാതൃകയാണ്. പരിശുദ്ധമായ ദീനിന് വേണ്ടി ഈ എല്ലാം കൊടുത്തു, തന്റെ സമ്പത്ത് നഷ്ടപ്പെടുത്തി, അതായത് സൗന്ദര്യം കളഞ്ഞു, തന്റെ എല്ലാ പ്രതാപവും കളഞ്ഞുകൊണ്ട് എല്ലാം ത്യജിച്ച് തഷ്ണപൂർണ്ണ ജീവിതമായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ. അങ്ങനെ പ്രിയമുള്ളവരെ, ദീനിന് വേണ്ടി എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ച മഹാനായിരുന്നു മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ഈ മിസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധമായി ദീനിനെതിരെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുക്കാൻ ഇന്ന് മടിയാണ്. പരിശുദ്ധമായ ദീനിന് വേണ്ടി എന്റെ പ്രിയമുള്ളവരെ, ഒരു 5 മിനിറ്റ് പോലും നമുക്ക് ഫർള് നമസ്കാരങ്ങൾക്ക് പോലും ഇന്ന് ദീനിന് വേണ്ടി കൊടുക്കാൻ സമയമില്ല എങ്കിൽ, ചിലരൊക്കെ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മുൻഗാമികളായ സഹാബാക്കളെ ജീവിതം മുഴുവനുമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നൽകിയത്. ഇതൊക്കെ നമുക്ക് മാതൃകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.